അപ്പൊ സാർ, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമാണല്ലോ ഇപ്പൊ അങ്ങനെ കത്തി നിൽക്കുന്ന ഒരു വിഷയം. അതിനെ രാഷ്ട്രീയപരമായിട്ട് പലരും ഉപയോഗിക്കാൻ നോക്കുന്നുണ്ട്. BJP ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെങ്കിലും ഒക്കെ തന്നെ വലിയ രീതിയിൽ ഇയാൾക്ക് നേരെ ഒരു സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ അഴിച്ചു വിടുന്നുണ്ട്. കോഴിയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ സെർച്ച് ചെയ്താൽ കാണുന്ന ഒരു #. അതാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇതിനെ സാർ എങ്ങനെയാണ് നോക്കി കാണുന്നത് ഈ ഒരു വിഷയം? ഇതിനകത്ത് ഇപ്പോൾ ഉള്ള വിഷയം അതിനകത്തൊന്ന് ഒരു മെയിൻ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീ വിഷയമാണ്, അല്ലേ? ഒരു യുവാവും ഒരു യുവതിയും തമ്മിലുള്ള ഈ യുവാവിൻ്റെ ലൈംഗിക താല്പര്യമാണ്. ആ ലൈംഗിക താല്പര്യം നിർവഹിക്കുന്നതിന് അല്ലെങ്കിൽ താല്പര്യത്തിന് വേണ്ടിയിട്ട് പുള്ളിക്ക് അതിനൊരു മര്യാദ ഇല്ലാതായിപ്പോയി. ഇത്രയേ ഉള്ളൂ സംഗതി. ഇതെല്ലാം ഇപ്പം നമ്മുടെ സമൂഹത്തിലൊക്കെ നടക്കുന്ന സംഗതിയാണ്. അപ്പം ഇതിപ്പോൾ ഇദ്ദേഹം ഈ ഒരു വലിയ ഇഷ്യൂ ആയതുകൊണ്ട് ഇതേപോലുള്ള ഒരുപാട് വ്യക്തികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്, അല്ലേ? ശരിയാണ്. കാരണം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇത് വളരെ കോമൺ ആയിട്ട് കാണാൻ പറ്റും. മാത്രമല്ല നമ്മുടെ ചില സാംസ്കാരിക നേതാക്കന്മാര്, അതുപോലെ തന്നെ വനിതാ നേതാക്കന്മാര്, വിമോചകളൊക്കെ ഒന്ന് പറയുന്നുണ്ട്, കുട്ടികൾ പ്രണയിക്കട്ടെ, അവര് സെക്സ് എൻജോയ് ചെയ്യട്ടെ എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം ബംബിൾ എന്നൊക്കെ പറഞ്ഞ കുറെ ആപ്പുകൾ തന്നെ ഉണ്ട്. അതെ. പിന്നെ രണ്ടാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഏറ്റവും ഉയർത്തിക്കാട്ടുന്ന ഒരു സംഗതി ധാർമ്മികതയാണ്, അല്ലേ? ഇപ്പൊ ഒരു കുടുംബത്തെ നിലനിർത്തുന്ന സംഗതി എന്താണ്? കുടുംബത്തിനെ നിലനിർത്തുന്ന അടിസ്ഥാന ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അംഗങ്ങൾ തമ്മിലുള്ള സെക്ഷൽ റിലേഷൻഷിപ്പാണ്, അല്ലേ? അച്ഛൻ, അമ്മ, സഹോദരി, സഹോദരൻ. അല്ലാതെ ഈ ജനിച്ചു വന്നിട്ട് നമ്മളുടെ പുതിയ ഈ ബുദ്ധിജീവികൾ പറയുന്നത് പോലെ ഈ ഒരു ആദ്യം ജനിക്കുന്നത് മകനോ മകളോ ആണെങ്കിൽ അവരെ വിളിച്ച് ട്യൂഷൻ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ ആയിരിക്കണം അതിൻ്റെ സെക്ഷൽ റിലേഷൻഷിപ്പ്, ഇതിൻ്റെ പെങ്ങളാണ്, ഇങ്ങനെയാണ്. ആരും ചെയ്യാറില്ലല്ലോ, നാച്ചുറലി ഇവോൾവ് ചെയ്യുന്നത്. അപ്പം അതിനെയാണ് ധാർമ്മികത എന്ന് പറയുന്നത്. ധാർമ്മികതയാണ് കുടുംബത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. സൊസൈറ്റിയിലേക്ക് കുടുംബത്തിലുള്ള ഈ സൗന്ദര്യം സൊസൈറ്റിയിലേക്ക് പ്രവഹിക്കാൻ വേണ്ടിയിട്ടാണ് സൊസൈറ്റിക്കും ഈ ധാർമ്മികത ഗുണമെന്ന് പറയുന്നത്. ഈ സൊസൈറ്റിയിലെ ഏറ്റവും മനോഹരമായിട്ട് ഈ ധാർമ്മികതയുടെ സൗന്ദര്യം പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയാണ് ജനായത്ത സംവിധാനം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനകത്ത് ഈ ധാർമ്മികത വിഷയമായി വരുന്നത്. പക്ഷേ നമ്മുടെ കേരള സമൂഹം എടുത്തു നോക്കുക, മാധ്യമ പ്രവർത്തകർ ഭയങ്കരമായിട്ട് ഇതിന്റെ പിന്നാലെ ഇടന്നു കൊടുക്കുന്നു. എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ്, റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള നല്ല ഹരമുള്ള സാധനമാണ്. അല്ലാതെ ധാർമ്മികത പേരിലാണോ? അല്ല. അപ്പം മാത്രമല്ല കേരളത്തിൽ ഒരു ലെഫ്റ്റ് പുഷ് ചെയ്യുന്ന ഒരു ഐഡിയോളജി ഉണ്ടല്ലോ, അതൊക്കെ ഭയങ്കര ഓപ്പൺ ആയിരിക്കണം. ഇത് നാച്ചുറൽ ഇൻസ്റ്റിങ്, ഇത് അനിമൽ ഇൻസ്റ്റിങ് അല്ല മനുഷ്യൻ്റെത്. അനിമൽ ഇൻസ്റ്റിങ് ആണെങ്കിൽ ഇപ്പൊ ഒരു ആട് പ്രസവിച്ചു കഴിഞ്ഞാൽ 3-ാം ദിവസം തൊട്ട് ഈ കുഞ്ഞാട് മുട്ടനാടാണെങ്കിൽ അതിന്റെ തലയെ ചവിട്ടാൻ നോക്കും. അതാണ് അനിമൽ ഇൻസ്റ്റിങ് എന്ന് പറയുന്നത്. പക്ഷെ ഇത് അനിമൽ ഇൻസ്റ്റിങ് അല്ല മനുഷ്യന്റെ. കൂടുതലും സോഷ്യൽ കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. അത് രണ്ടാമത് വരുന്നതാണ്. വൈകാരികമായിട്ട് ഇത് ആനിമൽ ഇൻസ്റ്റിങ് അല്ല മനുഷ്യന്റെ. മനുഷ്യന്റെ ബുദ്ധിയുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്ന സാധനമാണ്. അതുകൊണ്ടാണ് ഇത് നമ്മളിൽ അനിമലുണ്ട്. നമ്മുടെ അനിമലിനെ മനുഷ്യൻ ജയിക്കുമ്പോൾ മാത്രമേ ഈ സെക്സ് എൻജോയബിളും അതിന് സൗന്ദര്യം ഉണ്ടാകത്തുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ ആ ഒരു സംഗതിയാണ് ഇപ്പൊ കേരളത്തിൽ നിന്ന് ആലോചിച്ച് നോക്കുക. കേരളത്തിൽ നിന്ന് വ്യഭിചാരം എന്ന് പറയുന്നത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് എന്നാ പറയുന്നത്, അല്ലേ? അവരെ സെക്സ് വർക്കർ, അവർക്കൊരു അഭിമാനം. അപ്പം വ്യഭിചാരം നടക്കുന്ന വ്യക്തികൾക്ക് അഭിമാനവും അന്തസ്സും ഉള്ളൊരു സമൂഹത്തിന്റെ ധാർമ്മികത അല്ലെങ്കിൽ വാല്യൂ സിസ്റ്റം എന്താണ്? സത്യം. അപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് നേരെ ഒരു മോറൽ പോലീസിംഗ് ആണ് ഇപ്പൊ നടക്കുന്നത്. സത്യം പറഞ്ഞാൽ മോറൽ പോലീസിംഗ് അല്ല, ഇത് ആർത്തിയാണ്. അതെ. അല്ല, ഈ മോറൽ പോലീസിംഗിനെ എതിർക്കുന്ന ആളുകൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രൈവസി പ്രൊട്ടക്ട് ചെയ്യപ്പെടണം എന്ന് വാദിക്കുന്നവരാണ് ഇവിടെ വന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ട് അല്ലെങ്കിൽ അയാൾക്ക് അതിനെ നമുക്ക് സോഷ്യലായിട്ട് അങ്ങനെ കാണാം. പക്ഷെ അതിന്റെ അടിയിലേക്ക് പോയാൽ നമ്മൾ കാണുന്ന സാധനം ആർത്തിയാണ്. അതെ. അയാളുടെ വ്യക്തിപരമായിട്ടുള്ള കുഴപ്പമായിട്ട് വേണേ. അല്ല, അത് തീർച്ചയായിട്ടും അയാൾക്ക് വാല്യൂ സിസ്റ്റത്തിലാണ്. അപ്പൊ ഇതിന്റെ ആർത്തി എന്ന് പറയുന്നത് ചാനലുകാർക്ക് റേറ്റിംഗ് കൂട്ടാനുള്ള ആർത്തി, പൊളിറ്റീഷ്യൻസിന് അധികാരം പിടിച്ചെടുക്കാനുള്ള ആർത്തി. ഇപ്പൊ രണ്ടിടത്തും ഈ ആർത്തിയാണ് അതിന്റെ അടിയിൽ പ്രവർത്തിക്കുന്നത്. നമ്മളിപ്പോ ഒന്ന് സാങ്കേതിക വിദ്യ എന്ന് പറഞ്ഞാൽ അതിസൂക്ഷ്മ തലത്തിലേക്ക് എത്തിയിട്ടില്ലേ, ഇല്ലേ? അൽഗോരിതം ആർക്ക് അറിയാൻ പറ്റും? നമുക്ക് സങ്കല്പത്തിൽ ഉദ്ദേശിക്കാവുന്നല്ലോ അൽഗോരിതം എന്ന് പറഞ്ഞാൽ, അല്ലേ? നമ്മളൊരു 50 വർഷത്തിന് മുമ്പായിരുന്നെങ്കിൽ ഈ പറഞ്ഞതുപോലെ മെഷീനറി ആയിരുന്നു നമ്മൾ അതിന്റെ സ്ഥലത്ത് കണ്ടുകൊണ്ടിരുന്നത്. ആണെങ്കിൽ പോലും പ്രഡിക്റ്റീവ് അനാലിസിസ് നടത്തിയിട്ട് പല കാര്യങ്ങളും നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പേ അത് കാൽക്കുലേറ്റ്. വില്ലോ ചിപ്പ്, പ്രപഞ്ചം ഉണ്ടായ ഈ നിമിഷം വരെ ഉണ്ടായ കാലത്തിന്റെ ടൈം എടുക്കുന്ന സംഗതികൾ 5 നിമിഷം കൊണ്ട് അത് അനലൈസ് ചെയ്ത് തരുന്നു. ഇപ്പൊ GPT-5 Grok 4 ഇറങ്ങിയിരിക്കുന്നു. എബോവ് PhD ലെവലാണെന്ന് അവർ അവകാശപ്പെടുന്ന സാധനം. അപ്പൊ ഈ ഒരു സൂക്ഷ്മതലത്തിലേക്ക് ടെക്നോളജി എത്തി. ആ ടെക്നോളജി എത്തിക്കുമ്പോൾ മനുഷ്യൻ അതിന്റെ മുകളിലേക്ക് പോകണ്ടേ സൂക്ഷ്മതലത്തിൽ? തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഈ നമ്മുടെ രാഷ്ട്രീയക്കാർ കാണിക്കുന്ന ഈ ഒരു
ഇതിന്റെ പുറത്ത് കാണിക്കുന്ന വലിയ ധാർമ്മികതയെ ഉയർത്തി കാണിക്കുന്ന സംഗതിയും ചാനലുകാർ അത് വിളിച്ച് അലക്കുന്നതും എല്ലാത്തിൻ്റെ പിന്നിലേക്ക് നമ്മൾ പോയി സൂക്ഷ്മമായിട്ട് നോക്കി കാണുന്ന ഈ ആർത്തിയാണ് ഈ കാണുന്നത്. അത് മനുഷ്യന്റെ ആർത്തിയാണ്. ഈ ആർത്തിയെ റെഗുലേറ്റ് ചെയ്യാൻ മനസ്സിലായില്ല, ആ റെഗുലേറ്റ് ചെയ്യാനുള്ള ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ അൽഗോരിതമാണ് സൊസൈറ്റിയിൽ ഈ ധാർമ്മികത എന്ന് പറയുന്നത് അല്ലെങ്കിൽ വാല്യൂസ് എന്ന് പറയുന്നത് സാധനം. അപ്പൊ വ്യഭിചാരത്തിനെ അന്തസ്സായിട്ട് കാണുന്ന ഒരു സൊസൈറ്റിയുടെ വാല്യൂസ് എന്താണ്? ടോട്ടലി തകർന്നു കിടക്കുന്ന ഒരു ഇല്ലേ? ഇപ്പൊ പി കെ കുഞ്ഞാലിക്കുട്ടി ബൺപാണിമ കേസിൽ അല്ലെങ്കിൽ ഐസ്ക്രീം പാർലർ കേസിൽ സ്വന്തം ഒരു പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ കുട്ടിയാണെന്നും പറഞ്ഞിട്ട് രജിന ഒരു കുട്ടിയെ, ആ കുട്ടി ചിലപ്പോൾ ഇന്നിപ്പം വോട്ടറായിട്ടുണ്ടാവും, 10-24 വയസ്സുണ്ടാവും. നമ്മൾ പറയുന്നത് അയാൾക്ക് ഒരു പക്ഷെങ്കിൽ മോശമായിരിക്കും, എങ്കിൽ പോലും ആ തെളിവെടുത്തുകൊണ്ട് നടന്നു. അത് ഐസ്ക്രീം പാർലർ കേസിന്റെ ഒട്ടേറെ തെളിവുകളുണ്ടായിരുന്നു. ഇവിടെ പോയി. മാത്രമല്ല ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം വാങ്ങി കുഞ്ഞാലിക്കുട്ടി വീണ്ടും അധികാരത്തിൽ വരികയും ചെയ്തു. എത്ര പേര് അതിനുശേഷം സരിത ഇഷ്യൂ ഉണ്ടായി, അല്ലേ? അതേപോലെ തന്നെ ഇതിനൊക്കെ ഒരു ടെമ്പററി എഫക്റ്റ് ആണെന്നാണ്. അത്രേ ഉള്ളൂ. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി ഈ ഇലക്ഷന് മത്സരിക്കുന്നില്ല എന്നിരിക്കട്ടെ, അടുത്ത ഇലക്ഷൻ ഇയാൾക്ക് ചിലപ്പോൾ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം കേരളത്തിൽ ജനത കൊടുക്കും. അപ്പൊ അത്രയും വാല്യൂ സിസ്റ്റം ഉള്ള ഒരു അത്രയും ധാർമ്മികത അല്ലെങ്കിൽ മൂല്യബോധമുള്ള ഒരു സമൂഹമാണ് കേരളത്തിന്റെ. ആ സമൂഹത്തിന്റെ ഏറ്റവും നല്ല പ്രതിനിധിയായിട്ടിരിക്കാൻ യോഗ്യതയുള്ള വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ, അല്ലേ? നിങ്ങൾക്ക് സംശയമുണ്ടോ? ഇല്ല, എനിക്ക് നമ്മളിപ്പോ പ്രാതിനിധ്യമാണല്ലോ ജനാധിപത്യ സംവിധാനം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ പ്രതിനിധിയായിരിക്കണം നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിനിധീകരിക്കണം. തീർച്ചയായിട്ടും നമ്മുടെ റെപ്രസെന്റേറ്റീവ് ആണ്, അല്ലേ? അപ്പൊ ഉദാഹരണത്തിന് ഇന്നിപ്പോ നമ്മുടെ ഈ ഒരു ധാർമ്മികത ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ FIR പോലും ഇട്ടിട്ടില്ല. FIR ഇട്ടിട്ടുള്ള എത്രയോ പേര് നമ്മളുടെ പാർലമെന്റിലും നമ്മുടെ നിയമസഭയിലും ഒക്കെ ഉണ്ട്. അതെ. അപ്പൊ അതുകൊണ്ടാണ് ഇയാളെ അനാവശ്യമായിട്ട് ഇപ്പം ചൂഷണം ചെയ്യുന്നുണ്ടോ? ഇയാളൊരു മാധ്യമ വിചാരണയ്ക്ക് വിധേയനാവും. ഇയാളെ വിചാരണ ചെയ്യാൻ ഇന്ന് കേരളത്തിലെ ഒരു മാധ്യമങ്ങൾക്കോ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോ യോഗ്യതയുമില്ല. കാരണം ചില മാധ്യമ പ്രവർത്തകരുടെ ബാക്ക്ഗ്രൗണ്ട് എടുത്ത് നോക്കിയാലും അവർക്കും ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. അവർ ഈ ചർച്ചയിൽ വരുന്നില്ല കേട്ടോ. അവരിങ്ങനെ ഈ വിഷയം അതാണ് പറഞ്ഞത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ചോദ്യം ചെയ്യാനുള്ള, ആത്മാർത്ഥമായിട്ട് ചോദ്യം ചെയ്യാനുള്ള, വിചാരണ ചെയ്യാനുള്ള ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമോ ഏതെങ്കിലും ഒരു മാധ്യമമോ കേരളത്തിലുണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുന്നത്? അദ്ദേഹം അവിടെ തുടരണം. അദ്ദേഹം അവിടെ തുടർന്ന് നമ്മുടെ നിയമസഭയിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഓരോ മലയാളിയും മനസ്സിലാക്കണം, ഇതെന്റെ പ്രതിനിധിയാണ്, എന്റെ വാല്യൂ സിസ്റ്റത്തിനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ പ്രതിനിധീകരിക്കുന്നത്. ഇത് ജനായത്ത സംവിധാനമാണ്, ജനങ്ങളുടെ പ്രതിനിധിയാണ്, അല്ലേ? അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും സർവ്വതാ യോഗ്യനാണ്. പക്ഷെ ഇവിടെ വലിയ ഇഷ്യൂ ഇല്ല. ഇങ്ങനെയുള്ള ഒരു ഫേക്ക് നെറേറ്റീവോ അല്ലെങ്കിൽ ഒരാളുടെ പേഴ്സണൽ ലൈഫിലെ ചില ഘടകങ്ങളെ എടുത്തുകൊണ്ട് അയാളെ പൂർണ്ണമായിട്ട് നശിപ്പിക്കാൻ നോക്കുക, അതൊരു വളരുന്നൊരു പ്രവണതയായിട്ട് എനിക്ക് കാണാൻ. അതെ, അങ്ങനത്തെ ഒരുപാട് പേരുകൾ നമ്മൾ കേട്ടു. ഇവരൊക്കെ ഒരു രാഷ്ട്രീയ നേതാവ്. അത് മാത്രമല്ല, ഇതിനകത്തൊരു വാല്യൂവിന്റെ വേറൊരു ഷിഫ്റ്റ് നടക്കുന്നുണ്ട്. ഇവരുടെ ഈ ക്വാളിറ്റി ഇത്രയും നശിപ്പിച്ച് ഇങ്ങനെ ഇവരങ്ങ് ഇല്ലാണ്ടാക്കും. അതോടുകൂടി തന്നെ നമ്മൾ അന്നേരം വലിയ ധാർമ്മികതയാണെന്നേ വിചാരിക്കുന്നത്. രണ്ടാമതൊരു വമ്പൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വരും. അവിടെ നമ്മൾ ചെയ്യുന്നത് എന്ത് വാല്യൂസിന്റെ പേരിലാണോ ഇദ്ദേഹത്തിന് നമ്മൾ ആദ്യം ഇറക്കിയത്, അതിനെ ഡബിളി നമ്മൾ എൻഡോഴ്സ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. അതെ. ഇപ്പൊ അതിൽ രണ്ട് കാര്യങ്ങൾ. ഒന്നിപ്പോ ഈ നടി വന്നിട്ട് പറയുന്ന കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത് അവർ പറഞ്ഞു സോഷ്യൽ മീഡിയ വഴിയാണ് ഇയാൾ ബന്ധപ്പെട്ടത്, ഇയാൾ സംസാരിക്കാൻ തുടങ്ങിയത്. അപ്പൊ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ ബ്ലോക്ക് ചെയ്യാമായിരുന്നല്ലോ. അത് ചെയ്യാതെ ആ കോൺവെർസേഷൻ അവർ മുന്നോട്ട് കൊണ്ടുപോകും. അതാണ് ഞാൻ പറയുന്നത്. ഇതിനകത്തൊക്കെ ഇപ്പൊ നമ്മൾ പറയുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ഈ കാണുന്നതൊന്നും അല്ല യാഥാർത്ഥ്യം. അത് തുടക്കം മുതൽ അവസാനം വരെ എടുത്ത് നോക്കിയാൽ അത് മനസ്സിലാക്കാൻ സാധിക്കും. കേരളത്തിൽ നമ്മൾ കാഴ്ചയ്ക്ക് അപ്പുറത്തുള്ള ചില കാഴ്ചകളുണ്ട്. അതെ, ആ കാഴ്ചകളിലാണ് ഈ യാഥാർത്ഥ്യങ്ങൾ കിടക്കുന്ന സാധനം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.